നമസ്കാരം. അയർ ജീവനത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഉഴിച്ചിലിനെ പറ്റിയാണ് അയർ ജീവനത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. ശുഭം കരോതു കല്യാണം ആരോഗ്യം ധനസമ്പദ. ഉഴിച്ചിൽ കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് ധാരാളമായി പ്രചാരത്തിലുണ്ട്. പരമ്പരാഗതമായി ഈ ചികിത്സ കേരളത്തിൽ നിലനിൽക്കുന്നു. ആർക്കാണ് ഉഴിച്ചിൽ ചെയ്യുന്നതെന്ന് നോക്കാം. സ്വസ്ഥനിലും രോഗിയിലും ഇത് ചെയ്യാറുണ്ട്. യാതൊരു രോഗമില്ലാത്തവരും രോഗികളായവരും കർക്കിടക മാസത്തിൽ ഉഴിയുന്നു. ഉഴിയുന്നതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണെന്ന് നോക്കാം. നർത്തകർ മെയ്വഴക്കം കൂട്ടുവാനായി ഉഴിയുന്നു. കായിക അഭ്യാസികൾ പേശികൾ ദൃഢമാക്കുവാനായി ഉഴിയുന്നു. ഇതുകൂടാതെ ഒരു പ്രാവശ്യം രോഗം വന്നവർ വീണ്ടും വരാതിരിക്കാൻ ഉഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വിശ്വാസത്തിന് വേണ്ടിയും ഒരു വർഷം ചെയ്ത ഒഴിച്ചിൽ വീണ്ടും ആവർത്തിക്കണമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലും പലരും ഒഴിയുന്നു. വാതരോഗങ്ങൾ ബാധിച്ചവർ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനായി തിരുമ്പ് ചികിത്സയ്ക്ക് വിധേയരാകുന്നു. തൈലം തേച്ച് ശരീരം ആസകലം ഒഴിയുന്നതാണ് തിരുമ്പ് ചികിത്സ. ഇനി ഒഴിച്ചിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചകർമ്മത്തിൻ്റെ പൂർവ്വകർമ്മമായി അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ഒഴിയാറുണ്ട്. വാതരോഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഉഴിച്ചിൽ പ്രയോജനം ചെയ്യുന്നത്. സന്ധിവാതം, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ വാദസംബന്ധമായ രോഗങ്ങളിൽ ഉഴിച്ചിൽ നല്ല ഫലം ചെയ്യും. ചില ചർമ്മരോഗങ്ങളിലും യുക്തമായ തൈലം വെച്ച് ഒഴിയാറുണ്ട്. എങ്ങനെയാണ് ഉഴിച്ചിൽ ചെയ്യുന്നതെന്ന് നോക്കാം. രോഗത്തിനോ ശരീരസ്ഥിതിക്കോ പ്രയോജനം ചെയ്യുന്ന തൈലം നെറുകയിൽ വയ്ക്കുന്നു. ഇത് ഇളം ചൂടോടുകൂടിയാണ് വയ്ക്കുക. അതിനുശേഷം മറ്റൊരു തൈലം, അത് ശരീരത്തിനാവശ്യമുള്ളത്, രോഗാവസ്ഥയ്ക്ക് അനുസൃതമായ തൈലം, അത് പ്രഭഞ്ജനം തൈലം, സഹജാതി തൈലം, ധാന്വന്തനം തൈലം മുതലായവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ശരീരം മുഴുവൻ ഒഴിയുന്നു. കഴുത്ത് മുതൽ പാദം വരെയുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത മർദ്ദങ്ങളിലാണ് ഒഴിയുക. രോഗമുള്ള ഭാഗത്തും രോഗമില്ലാത്ത ഭാഗത്തും ഇതിൽ വ്യത്യസ്തതയുണ്ട്. എത്ര ദിവസമാണ് ഒഴിച്ചിൽ ചെയ്യുക? 7 മുതൽ 21 ദിവസം വരെ ഒഴിച്ചിൽ ചെയ്യാറുണ്ട്. ദിവസം 1 മുതൽ 1.5 മണിക്കൂർ സമയം വരെ കർക്കിടക മാസത്തിൽ ഒഴിയുന്നു. ഇനി മറ്റൊരു വിഷയവുമായി അയർ ജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.